بسم الله الرحمن الرحيم عن سعيد بن المسيب رضي الله عنه قال إن أخوان من الأنصار كان بينهما ميراث فسأل أحدهما القسمة لصاحبه. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ട് അൻസാരികളായ സഹോദരങ്ങൾ, ജ്യേഷ്ഠനും അനുജനും, അവർക്ക് ഇടയിൽ രണ്ടുപേർക്കും അവകാശമുള്ള ഒരു അനന്തര സ്വത്ത് അവർക്കുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് സ്വത്ത് സൂക്ഷിക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെയോ മറ്റോ മരണശേഷം അവർക്ക് കിട്ടിയ സ്വത്താണത്. അത് ഇതേവരെ വീതം വച്ചിട്ടില്ല. ഒരാളുടെ കസ്റ്റഡിയിലാണ് അതുള്ളത്. അപ്പൊ ഫസഅല അഹദുഹുമാ സാഹിബുൽ ഖിസ്മത. അപ്പൊ സഹോദരൻ തന്റെ സഹോദരനോട് ചോദിച്ചു, അത് ഓഹരി ചെയ്യണം, നീ എത്ര നാളായി ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, ഇത് വീതം ചെയ്ത് എനിക്ക് എന്താ വീതം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ബാപ്പയും ഉമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് മൂത്ത സഹോദരൻ ഇങ്ങനെ കസ്റ്റഡിയിൽ വെക്കും വർഷങ്ങളോളം, വീതം ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ചോദിക്കും, ഇതുപോലെയാണ് ചോദിക്കുന്നത്, നീ അത് വീതം വെച്ച് എനിക്ക് അതിന്റെ ഓഹരി തരണമെന്ന് സഹോദരനോട് ആവശ്യപ്പെട്ടു. അപ്പൊ കാലലഹു, അപ്പൊ ഈ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സ്വത്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന അയാൾ പറഞ്ഞു, മറ്റയാളോട് പറഞ്ഞു, ഇൻ തസ്അലുനി അൽ ഖിസ്മത, ഇനി നീ എന്നോട് വീതം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ. അപ്പൊ ചോദിച്ചു, ഇനി ചോദിച്ചാൽ ഫകുല്ലു മാലി ഫി റിതാജിൽ കഅബ, ഞാൻ ഈ സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി കഅബക്ക് കൊടുക്കും. എനിക്കില്ല നിനക്കുമില്ല, കഅബക്ക് കൊടുക്കുന്നു. നമ്മൾ പറയില്ല പള്ളിക്ക് കൊടുക്കും, എനിക്കില്ല നിനക്കുണ്ടാവില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഇയാളിങ്ങനെ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലലഹു ഉമർ ഇന്നൽ കഅബത ഗനിയത്തുൻ മാലിക, കഅബക്ക് ഇതുപോലത്തെ സമ്പത്തൊന്നും ആവശ്യമില്ല, ഇതുപോലുള്ള നിന്റെ സമ്പത്തൊന്നും കഅബക്ക് ആവശ്യമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കഫിറൻ അമീക, നീ ഇപ്പൊ സത്യം ചെയ്ത് പറഞ്ഞല്ലോ നിന്റെ സഹോദരന് കൊടുക്കൂല, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ കഅബയ്ക്ക് കൊടുക്കൂന്ന് പറഞ്ഞല്ലോ, ആ സത്യത്തിന് നീ പ്രായച്ചിത്തം ചെയ്യുക. സത്യത്തിന്റെ പ്രായച്ചിത്തമുണ്ട്. 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് പിടിക്കുക. ഇതാണ് സത്യം ചെയ്തിട്ട് ലംഘിച്ചാലുള്ള പ്രായച്ചിത്തം. ആ പ്രായച്ചിത്തിനെ കൊടുത്തിട്ട് കെല്ലി മഹാക്ക, നീ ഇപ്പൊ സഹോദരനോട് പിണങ്ങിയില്ലോ, ഈ സ്വത്തിന്റെ വിഷയത്തിൽ നിന്റെ സഹോദരനുമായി നീ പിണങ്ങി, ആ പിണക്കം മാറ്റി സഹോദരനോട് നീ സംസാരിക്കുക, നിങ്ങൾ തമ്മിൽ പുതിയ ബന്ധം ചേർക്കുക. കാരണം ഫൈനി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യമീന അലൈക, ഇങ്ങനെയൊക്കെ സത്യം ചെയ്താൽ ആ സത്യം പാലിക്കേണ്ടതില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സ്വീകാര്യമായ സത്യമല്ല. കാരണം ഈ സത്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ലാ നദറ ഫീ മഅസിയത്തി റബ്ബി, പടച്ചോനോട് എതിര് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഒരാളെ നേർച്ചയാക്കാൻ പാടില്ല. അള്ളാഹുവിനെതിരാകുന്ന വിഷയം, പടച്ചോന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു കൽപ്പിക്കാത്തൊരു വിഷയത്തിൽ നേർച്ച പാടില്ല. ഇപ്പൊ നിന്റെ ഈ നേർച്ച, കഅബയ്ക്ക് നിന്റെ സ്വത്ത് കൊടുക്കുമെന്നുള്ള നേർച്ച, അത് അള്ളാഹ് അനുവദിച്ചതല്ല. കാരണം നിന്റെ സ്വത്തല്ല നീ കൊടുക്കുന്നത്, നിന്റേതു മാത്രമല്ല നിന്റെ സഹോദരന്റേതു കൂടിയാണ്. ഒരാൾക്ക് അവകാശമില്ലാത്തത് ഒരാൾ നേർച്ചയാക്കാൻ പാടില്ല. നിന്റെ സ്വത്ത് നിനക്ക് നേർച്ചയാക്കാം, നിന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് നിന്റെ സഹോദരന്റേതു കൂടിയാണ്, ആ നേർച്ച അനുവദനീയമല്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നേർച്ച പാടില്ല, സ്വന്തം ഉടമസ്ഥതയിലില്ലാത്തത് നേർച്ചയാക്കാൻ പാടില്ല. അതുകൊണ്ട് നീ നിന്റെ സഹോദരന് നീ അവനുമായി സംസാരിക്കുകയും സ്വത്ത് അവന് കൊടുക്കുകയും ചെയ്യുക. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നമുക്കിടയിലും ഇത് വ്യാപകമാണ്. വാപ്പയുമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് ഏതെങ്കിലും ഒരു ആള്, പ്രത്യേകിച്ച് മൂത്തയാളായിരിക്കും, മൂത്ത സഹോദരൻ കസ്റ്റഡിയിൽ വെക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വീതം വയ്ക്കുക. അതുവരെ അതിന്റെ ആദായം മുഴുവനും ഈ ഒരാൾ അനുഭവിക്കും. അത് ഹറാമാണ്. വാപ്പയോ ഉമ്മയോ മരിക്കുന്നതോടുകൂടി റൂഹ് പോകുന്ന സമയത്ത് തന്നെ അതിന്റെ അവകാശം എല്ലാ അവകാശങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ആ നിമിഷം എത്തിക്കഴിഞ്ഞു. വീതം ചെയ്യേണ്ട കാര്യം പോലും പിന്നെ വരുന്നില്ല. അപ്പൊ തന്നെ അവകാശം വന്നു കഴിഞ്ഞു. ചെയ്യേണ്ടത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെയുള്ള കടങ്ങൾ വീട്ടുക, കബറടക്കുന്നതിന് മുമ്പ് തന്നെ കടങ്ങൾ വീട്ടുക, വസിയത്തുകൾ നടപ്പിലാക്കുക. മയ്യത്ത് കബറടക്കി വീട്ടിൽ വന്നാൽ അപ്പൊ തന്നെ അവകാശികളെ വിളിച്ചിട്ട് അത് വീതം ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയതൊരു 3 ദിവസത്തിനുള്ളിലെങ്കിൽ അത് വീതം ചെയ്ത ഇടപാടുകൾ തീർത്തിരിക്കണം. അതിങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ ആദായം ഒരാൾ മാത്രം എടുക്കുന്നതും ഹറാമാണ്, നിഷിദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കുക. ആ സംഭവമാണ് ഹദീസ് നമ്മൾ പഠിപ്പിക്കുക. അല്ലാഹു സമ്പത്തിന്റെ വിഷയത്തിൽ സത്യസന്ധത പുറത്താൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.